നമസ്കാരം, 40 കേരള ന്യൂസിലേക്ക് സ്വാഗതം. മോദിക്കും കൂട്ടർക്കും കിട്ടിയ പണിയാണ് ഇരട്ട എഞ്ചിൻ സർക്കാർ. ഒന്ന് തിരിയണമെങ്കിൽ പോലും ഘടകകക്ഷികളുടെ കാലു പിടിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. മോദിയുടെ ഇരട്ട എഞ്ചിൻ സർക്കാർ അധികാരത്തിൽ കയറി 6 മാസം തികഞ്ഞിട്ടും സമ്പൂർണ്ണ പരാജയമാണെന്ന് തുറന്നു കാണുകയാണ്. സംസ്ഥാനത്ത് വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിൽ പരാജയപ്പെട്ട ഒഡീഷയിലെയും കേന്ദ്രത്തിലെയും ഇരട്ട ഇന്ത്യൻ സർക്കാരിനെയും BJP സർക്കാരിനെയും വിമർശിച്ചുകൊണ്ട് ബിജു ജനതാദൾ പ്രസിഡന്റ് നവീൻ പട്നായക് രംഗത്തേക്ക് വരികയാണ്. ജനങ്ങൾക്കുള്ള ഇരട്ട പ്രഹരമാണ് എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് മോദിയുടെ മുഖംമൂടി അയാൾ വലിച്ചു വീർത്തത്. BJP സർക്കാർ വലിയ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്, പക്ഷേ കാര്യമായി ഒന്നും ചെയ്യുന്നില്ല. 7 മാസത്തിനുള്ളിൽ ഒഡീഷയിലെ ജനങ്ങൾ വിലക്കയറ്റം നേരിടാൻ ഒരു നടപടിയും കണ്ടിട്ടില്ല. 8 വർഷത്തിനു ശേഷം കഴിഞ്ഞ ദിവസം നടന്ന ആദ്യ പ്രതിഷേധത്തിൽ റാലിയിൽ പങ്കെടുത്ത പട്നായക് പറഞ്ഞത് BJPക്കെതിരെ മാത്രമായിരുന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റിന് സമീപമുള്ള റാലിയിൽ സംസാരിക്കവേ പട്നായക് BJP നേതൃത്വത്തെ വിമർശിച്ചു. ഇരട്ട എഞ്ചിൻ സർക്കാർ വിലക്കയറ്റം GSTയും കാരണം ജനങ്ങൾക്ക് ഇരട്ട പ്രഹരമായി മാറിയെന്നും അദ്ദേഹം പറഞ്ഞു വെച്ചു. BJPയെ മഹാഗമ സർക്കാർ എന്ന് പരാമർശിച്ച അദ്ദേഹം തെറ്റായ വാഗ്ദാനങ്ങൾ നൽകിയാണ് പാർട്ടി അധികാരത്തിൽ വന്നതെന്നും അത് പാലിക്കുന്നതിൽ പരാജയപ്പെട്ടെന്നും ആരോപിച്ചു. 2 പതിറ്റാണ്ടിനപ്പുറം BJPയുടെ ആദ്യത്തെ വലിയ പൊതു പ്രക്ഷോഭമായിരുന്നു ഈ കഴിഞ്ഞ പ്രക്ഷോഭം. കഴിഞ്ഞ വർഷത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പിലെ മോശം പ്രകടനത്തെ തുടർന്ന് പാർട്ടി വളരെയധികം ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അവിടെ 147 അംഗ നിയമസഭയിൽ 51 സീറ്റുകളായി ചുരുങ്ങി. 2019 നേടിയ 113 സീറ്റുകളിൽ നിന്നും കുത്തനെ ഇടിവ് സംഭവിച്ചു. പാർട്ടി പ്രവർത്തകർക്ക് ഊർജം പകരുവാനും പട്നായകിന്റെ നേതൃത്വത്തിൽ BJD ശക്തമായി രാഷ്ട്രീയ ശക്തിയായി തുടർന്ന് സന്ദേശം നൽകാനുമാണ് റാലി ലക്ഷ്യമിടുന്നതെന്നും BJD ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു. നവീൻ പട്നായകിന്റെ നേതൃത്വത്തിൽ സംശയിക്കുന്നവർ ഈ റാലിയെ ശ്രദ്ധിക്കണമെന്നും പാർട്ടിയിലെ ഒരു മുതിർന്ന നേതാവ് പറഞ്ഞു വെച്ചു. അദ്ദേഹം ഇപ്പോഴും ഒഡീഷയിലെ ഏറ്റവും ജനകീയനായ നേതാവാണ്. എന്നാൽ പ്രതിഷേധവും രാഷ്ട്രീയവും രണ്ടാണെന്ന് പറഞ്ഞ് BJP തള്ളിക്കളഞ്ഞു. മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഒഡീഷയിൽ വില കുറവാണെന്ന് സംസ്ഥാന ഭക്ഷ്യവിതരണ ഉപഭോക്തൃ ക്ഷേമ മന്ത്രി കൃഷ്ണചന്ദ്ര ഭർത്ത പറഞ്ഞു. BJP പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നാണ് ആരോപിച്ചത്. വിലക്കയറ്റത്തെ കുറിച്ചുള്ള പൊതുജന രോക്ഷം മുതലെടുക്കാനും പിന്തുണ അടിത്തറ പുനർനിർമ്മിക്കാനുമായുള്ള പ്രതീക്ഷയിൽ പഴയ തട്ടിൽ സമാനമായ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാൻ പാർട്ടി പദ്ധതിയിടുന്നതായും BJD വൃത്തങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. പ്രതിഷേധക്കാർ പ്ലക്കാർഡുകളും ബാനറുകളും പിടിച്ച് തലസ്ഥാനത്തിന്റെ ഹൃദയഭാഗത്തുള്ള ലോവർ PNG സ്ക്വയറിൽ ഒത്തുകൂടി. BJP ഭരണത്തിനെതിരെ മുദ്രാവാക്യം വിളിച്ച് പാവപ്പെട്ടവരെയും ഇടത്തരക്കാരെയും ബുദ്ധിമുട്ടിക്കുന്ന ജീവിത ചെലവെന്ന് അവർ വിശേഷിപ്പിച്ച മോദി സർക്കാരിനെ കുറ്റപ്പെടുത്തി. ഈ വർഷം ആദ്യം നടന്ന സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ BJP അധികാരത്തിൽ എത്തിയത് മുതൽ ഭിന്നത ഇല്ലായിരുന്നു. BJDയും BJPയും ഇവരുടെ രാഷ്ട്രീയ പോരാട്ടത്തിന്റെ ഏറ്റവും പുതിയ അധ്യായമാണ് ഭുവനേശ്വറിലെ പ്രതിഷേധം കാഴ്ചവെച്ചത്. ഇന്ത്യയിലുടനീളമുള്ള വോട്ടർമാരുടെ പ്രധാന പ്രശ്നമായി പണപ്പെരുപ്പം തുടർന്ന സാഹചര്യത്തിലാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ നയങ്ങളെ കുറിച്ചുള്ള BJPയുടെ പുതിയ വിമർശനം വരുന്നത്. പ്രത്യേകിച്ച് ഒഡീഷയിൽ വർദ്ധിച്ചു വരുന്ന ഭക്ഷണത്തിന്റെയും ഇന്ധനത്തിന്റെയും വിലയിൽ നിരവധി കുടുംബങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ട്. ഇതിനെ തുടർന്ന് വമ്പൻ റാലിയായിരുന്നു കേന്ദ്രത്തിനെതിരെ അവർ സംഘടിപ്പിച്ചത്. ആ റാലിയുടെ വീഡിയോ ദൃശ്യങ്ങൾ കൂടി നമുക്കൊന്ന് കാണാം. विरोधी दल नेता श्रीयुक्त नवीन पटनायक महोदय, पूर्वतन मुख्यमंत्री विरोधी दल नेता श्रीयुक्त नवीन पटनायक महोदय, समस्त गोटा जोरदार स्लोगान देवे नवीन पटनायक जिंदाबाद, नवीन पटनायक जिंदाबाद, नवीन पटनायक जिंदाबाद। आज ओडिशावासी जो गुरुत्वपूर्ण भूमिका हमको देते विरोधी दल ओडिशा जनगणर आशा आकांक्षा दाबी जनसाधारण स्वार्थ जागृत प्रहरी हिसाब से नवीन बाबू नेतृत्व ओडिशा गोटे सशक्त विरोधी दल भूमिका निर्धारण कर
ମନେ ରଖିବାକୁ ଚାହେଁ, ଯେଉଁ ସରକାର ଆଳୁ ପିଆଜ ଡାଲି ତେଲ ପ୍ରତ୍ୟେକ କ୍ଷେତ୍ରରେ ଆଜି ମହଙ୍ଗା ମାଡ଼ ଆରମ୍ଭ ହୋଇଛି। ଯେଉଁ କେନ୍ଦ୍ର ସରକାର ନିଷ୍ପତ୍ତି କରିଥିଲେ ଅନ୍ତତଃ ସେ ବଜାରରେ ଅଶୋଧିତ ତୈଳ ଦରର ଯେତେବେଳେ ମୂଲ୍ୟ ବୃଦ୍ଧି ଘଟିବ ଆମେ ଡିଜେଲ ପେଟ୍ରୋଲର ଦର ବୃଦ୍ଧି କରିବୁ। ଯେତେବେଳେ ଅଶୋଧିତ ତୈଳ ଦରର ମୂଲ୍ୟ ହ୍ରାସ ପାଇବ ଆମେ ପେଟ୍ରୋଲ ଡିଜେଲର ଦର କମେଇବୁ। କିନ୍ତୁ ଆପଣ ଆଜି ଅନୁଭବ କରୁଥିବେ ଜବାଲୀନ ସରକାର ଯେତେବେଳେ ଅନ୍ତର୍ଜାତୀୟ ବଜାରରେ ଅଶୋଧିତ ସେତିକି ବେଳେ ସାରା ଭାରତବର୍ଷର କୋଟି କୋଟି ଲୋକଙ୍କର ହୃଦୟର ମଣିଷ ଆମ ସମସ୍ତଙ୍କର ନେତା ଓଡ଼ିଶାର ଅବିସମ୍ବାଦିତ ଅଦ୍ୱିତୀୟ ନେତା ମାନ୍ୟବର ଆମର ଦଳ ସଭାପତି ଶ୍ରୀଯୁକ୍ତ ନବୀନ ପଟ୍ଟନାୟକ